ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇത് നമുക്ക് നല്ല കൊഴുത്ത ചാറോട് കൂടി നല്ല നാടൻ മത്തിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണൊക്കെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ, നിറം ഒന്ന് മാറട്ടെ. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ 10 ചുമന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി തന്നെ എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 6-7 ചുമന്നുള്ളിയും കൂടെ കൂടുതൽ എടുക്കാം. സവാള ഇടുന്നില്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ചുമന്നുള്ളി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. പകുതിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പിരിയം മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, രണ്ട് നിറം മാറും. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/4 ഗ്ലാസ് വെള്ളം. പിന്നെ ലോ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിയണം, അതുവരെ ഒന്ന് വഴറ്റാം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചെറിയ ചൂടുവെള്ളം. പിന്നെ ഇതിലോട്ട് ഈ കുടംപുളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം മീഡിയം സൈസ് വലിപ്പമുള്ള 3 കുടംപുളി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓരോ പുളി അനുസരിച്ച് വ്യത്യാസം വരും. ചില പുളി കുറച്ചിട്ടാലും നല്ല പുളിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയായിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ. 2 മിനിറ്റ് നേരം കൂടെ തിളയ്ക്കട്ടെ. പുളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങട്ടെ. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. 250 ഗ്രാം മത്തി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം ഉണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. വലിയ മത്തി ആയതുകൊണ്ട്. തീരെ ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ വരേണ്ട. കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. ഒന്ന് താത്ത് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പം മത്തിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ. ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയുടെ അളവിനനുസരിച്ച്. ആദ്യം ഒരുപാട് ഒഴിച്ചാൽ ഇപ്പോൾ ഒഴിക്കണമെന്നില്ല. ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചാറ് നല്ല കുറുകി ഇരിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറുകണ്ട, കുറച്ചും കൂടി ലൂസായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ മുമ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മത്തിക്കറി അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്